ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. നിങ്ങളെ കാമാക്കുന്ന, സ്ട്രോങ്ങർ ആക്കുന്ന, നിങ്ങളുടെ വിഷൻ ക്ലിയർ ആക്കി തരുന്ന, നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കുന്ന ഒരു ശീലമാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ പോയിൻറ്റ്സിലേക്ക് കിടക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഏരിയയും ക്ലിയർ ആക്കാനുള്ള ഒരുപാട് ഇമോഷണൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ടിപ്സും ട്രിക്സും ടൂൾസും ഒക്കെയും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന വൺ ആൻഡ് ഓൺലി ഹാബിറ്റ് ഇതാണ്. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് കൊടുക്കുക, കൺട്രോളിലല്ലാത്തത് റിലീസ് ചെയ്യുക. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലൈറ്ററായിട്ട് മാറും, നിങ്ങളുടെ ഭാരം കുറഞ്ഞു കിട്ടും. ഈ ഒരു റൂള് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി പവർഫുള്ളാവും, നിങ്ങളുടെ എനർജി വെറുതെ ഡ്രെയിനായി പോവില്ല. ഈ ഒരു റൂള് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫ് ഇതുവരെ ഉള്ളതുപോലെ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ശീലം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? കൺട്രോളിലുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് കൊടുക്കുക, അല്ലാത്തതങ്ങ് വിട്ടുകളയാന്നുള്ളത്. നമ്മൾ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കുമ്പോഴാണ് ലൈഫിൻ്റെ സമാധാനം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സ്വഭാവം. നമുക്ക് ചിലരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളതറിയാം, പക്ഷെ എന്നാലും അതിൽ തിരുത്തൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ മൂഡ്, മറ്റുള്ളവരുടെ സമയം, മറ്റുള്ളവരുടെ റെസ്പോൺസ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ്, നമ്മുടെ കൺട്രോളിലല്ലാത്ത ഓരോ കാര്യം എടുത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. നിങ്ങളിപ്പോൾ ലൈഫിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് ലിസ്റ്റാക്കി നോക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഏരിയാസ് ഒന്നെടുത്ത് നിങ്ങൾക്കൊന്ന് നോക്കാം. നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യത്തിലായിരിക്കും നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ റുട്ടീൻ, നിങ്ങളുടെ ബൗണ്ടറീസ്, നിങ്ങളുടെ ഹീലിംഗ് ഒക്കെ നിങ്ങളുടെ കൺട്രോളിലാണല്ലേ. നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ, ഇതും നിങ്ങൾക്ക് ലിസ്റ്റാക്കി നോക്കാം. നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലാത്തത് വിട്ട് കളയുക എന്നുള്ള ഈ ഒരു റൂള് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയാന്നുള്ളത് നോക്കാം. നിങ്ങളുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസ് എടുക്കുക, നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ഒന്ന് നോക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലാണ്, ഏതൊക്കെ പാർട്ട് നിങ്ങളുടെ കൺട്രോളിലാണ്, ഏതൊക്കെ പാർട്ട് നിങ്ങളുടെ കൺട്രോളിലല്ല, ഇത് ക്ലിയർ ആയിട്ട് എടുക്കുക. ശേഷം നിങ്ങളുടെ കൺട്രോളിലുള്ള ഭാഗം മാത്രം നിങ്ങൾ ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് തീരെ ഡിസിപ്ലിൻ ഇല്ല. അതായത് പല കാര്യങ്ങളും നിങ്ങൾ പല സമയത്തും ചെയ്യിപ്പിക്കാൻ നോക്കുന്നു, പക്ഷേ ഒന്നും സക്സസ് ആവുന്നില്ല. എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എഴുതി കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലുണ്ട് എന്നുള്ളത് ആദ്യം നോക്കുക. നിങ്ങളുടെ കൺട്രോളിൽ ഇപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നോക്കാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുട്ടി മറന്നു പോകുന്നത് നിങ്ങളുടെ കൺട്രോളിലല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ കുട്ടി മറ്റുള്ള കാര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യാത്തത്, ചില കാര്യങ്ങൾ പഠിക്കാൻ കഴിയാത്തത് ഒക്കെ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമാണോ? അല്ല. അതിൽ നിങ്ങളുടെ പവർ കൊടുക്കുന്നത് ഒഴിവാക്കുക. പകരം നിങ്ങൾക്ക് എന്തിൽ പവർ കൊടുക്കാം? ഇത് നിങ്ങളുടെ റുട്ടീനിൽ ചേഞ്ചസ് കൊണ്ടുവരാം. നിങ്ങൾ എന്ന വ്യക്തിയുടെ ടൈമിങ്ങിൽ മാറ്റം വരുത്തുക. നിങ്ങൾ ആദ്യം ഡിസിപ്ലിൻഡ് ആവുക. എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും അതിനിടയിലുള്ള കാര്യങ്ങളും കറക്റ്റ് ആക്കുക. നിങ്ങളുടെ ടൈമിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ. കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പഠിപ്പിക്കാൻ ഇത്ര സമയം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ ആക്ഷൻ എടുക്കാം. നിങ്ങളുടെ ജോലികൾ വേഗത്തിൽ തീർത്തുകൊണ്ട് വലിയൊരു ടൈം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കാം. കംപ്ലീറ്റ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാം. ഇങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ തന്നെ ആ ഏരിയ ക്ലിയർ ആവും, ക്ലീൻ ആവും. നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഫറിങ് കുറഞ്ഞു കിട്ടും. നിങ്ങൾക്കൊരു സമാധാനം ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റൊരു എക്സാമ്പിൾ, നിങ്ങളുടെ വർക്ക് ആൻഡ് സക്സസ് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സങ്കടമെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഫോക്കസ് കൊടുക്കാം. അല്ല, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സക്സസ് ആകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മേഖലയിൽ എല്ലാ ദിവസവും എഫേർട്ട് ഇടുന്നതിൽ ഫോക്കസ് കൊടുക്കാം. ആര് സപ്പോർട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഫോക്കസ് കൊടുക്കാം. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹീലിംഗ്. നമ്മൾ ചെറിയ പ്രായം മുതൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ഏരിയയിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ഇനിയും ആ ഏരിയ തന്നെ നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരാൻ കഴിയുമോ? നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണോ നമ്മുടെ പാസ്റ്റ്? അല്ല.
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ ഹീലിംഗ് നടക്കണം എന്നാണെങ്കിൽ നേരെ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് കൊടുക്കാം. നിങ്ങളുടെ പ്രസൻറ്റ് ക്ലിയർ ആക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സൊല്യൂഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ശീലവും അതുപോലെ കൺട്രോളിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നതും നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കും കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളിലും നമ്മുടെ എനർജിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് പല കാര്യവും ചെയ്യാൻ കഴിയാത്തത് നമുക്ക് ആവശ്യത്തിന് എനർജി ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. ഇന്നത്തെ ഈ ഒരു സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2026 ഒരു സക്സസ്ഫുൾ ഇയർ ആക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ എത്ര മോട്ടിവേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാലും അല്ലെങ്കിൽ നല്ല നല്ല പോയിന്റ്സ് കേട്ടാലും അതൊന്നും ലൈഫിൻ്റെ ഭാഗമാക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ്സിലൊക്കെയും പങ്കെടുക്കാം. പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാം. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.